സ്ക്രീൻ ടൈം കൊടുക്കുന്ന അമ്മയാണോ നിങ്ങൾ എന്ന് നിർത്തിക്കോട്ടോ. വെറുതെ എന്തിനാ നമ്മളായിട്ട് ആ കുഞ്ഞു മക്കളുടെ ഫ്യൂച്ചർ ഇല്ലാണ്ടാക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില അമ്മമാർ പറയുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് മാഡം നമ്മൾ സ്ക്രീൻ കൊടുക്കുന്നത്, മൊബൈൽ കൊടുക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവർ ആ ഫുഡ് എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടെക്സ്ചറാണ്, ഏത് ടേസ്റ്റാണ്, ഇതൊന്നും കുഞ്ഞുമക്കൾ അറിയുന്നില്ല. അവർ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല ചൂയി പ്രോപ്പർ ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. അതുമാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളൊരു അളവ് പോലും ഇവർക്ക് ആ ഒരു മൈൻഡ് കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ഒബീസിറ്റി അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമാണോ? അല്ല. ഇങ്ങനെ സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ മെമ്മറി ഷോർട്ട് മെമ്മറി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് അക്കാഡമിക്കലി പോകുമ്പോൾ ഫ്യൂച്ചറിൽ ഇവർക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയമായിരിക്കും നമ്മൾ നോട്ടീസ് ചെയ്ത് നമ്മൾ മുന്നേ സ്ക്രീൻ ടൈം കൊടുത്തിരുന്നു എന്നുള്ളത്. പക്ഷേ അപ്പോൾ നോട്ടീസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യമേ നമ്മൾ ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഈ ഗാഡ്ജറ്റ്സ് നമ്മൾ കുഞ്ഞുമക്കളിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ അമ്മമാരും വർക്കിംഗ് ആയിരിക്കും മിക്ക വീടുകളിലും, അല്ലേ? അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സ്ക്രീൻ ടൈം കൊടുക്കുന്നത്. പക്ഷേ നമ്മളത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. മാത്രമല്ല ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൈം നമ്മൾ പാരൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ക്രീൻ ടൈം പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അഥവാ ഞാനിപ്പോൾ ഫുൾ ബാൻഡഡ് പറയാത്തത് എല്ലാ വീട്ടിലും നടക്കാത്ത കാര്യമാണ്. ഞാനിപ്പം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ കൊടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്? മാക്സിമം അവർക്ക് കാർട്ടൂൺസ്, കാണാൻ പാടില്ലാത്ത കാർട്ടൂൺസ്, ഫൈറ്റിംഗ് കാർട്ടൂൺസ്, അങ്ങനത്തെ കാർട്ടൂൺസ് ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. നമ്മളൊരു 5 മിനിറ്റാണ് സ്ക്രീൻ ടൈം കൊടുക്കുന്നെങ്കിലും വെർബൽ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് കൂടുതൽ പാരൻസ് ഉണ്ടാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം സ്ക്രീൻ ടൈം കൊടുക്കുന്ന സമയത്ത് നമ്മളും കൂടെ ഇരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അതിൽ കാണുന്ന കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് തിങ്ക് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ നിന്നും ഉത്തരങ്ങൾ അവർ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നമുക്കൊന്ന് കൊടുക്കേണ്ടി വരുന്നു എന്നൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളെയും നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കുക, അവരെ ഹാപ്പി ആക്കുക, സന്തോഷിപ്പിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെ പറ്റിയിട്ടുള്ള കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇങ്ങനെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.